നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം മോർണിംഗ് തന്നെ മാരേജിൻ്റെ സാരി എടുക്കാനായിട്ട് ജിതിൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ ജോളി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. സാരി എടുക്കാനായിട്ട് നമുക്ക് വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു, കാരണം എനിക്ക് മോഡലും ഐഡിയയും ഉണ്ടായിരുന്നു ഏതെടുക്കണം എന്ന്. നമ്മൾ ജിതിൻ്റെ ഫാമിലിയായിട്ടാണ് നമ്മൾ വന്നത്, ഒബ്വിയസ്ലി അങ്ങനെ ആണല്ലോ. അപ്പം 2-3 എടുത്തിട്ടേലിൽ തന്നെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഡ്രാപ്പ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തു. അങ്ങനെ ഡ്രാപ്പ് ചെയ്യാൻ നമ്മൾ വേറെ ഡ്രാപ്പ് ചെയ്യിപ്പിച്ചില്ല, ആ ഒറ്റ ഒരെണ്ണമാണ് നമ്മൾ ഡ്രാപ്പ് ചെയ്യിപ്പിച്ചത്. എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒബ്വിയസ്ലി ജിതിൻ്റെ ഫാമിലിക്കും ജിതിനും ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഡിലേ ആക്കാനോ ടൈം കളഞ്ഞില്ല ഇതിനായിട്ട്. ആൻഡ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ലാസ്റ്റ് മിനിറ്റ് വന്ന് ഇങ്ങനെ കാര്യം ചെയ്യുന്നത്, ഹറിയപ്പായി പോവില്ലേ? ഒബ്വിയസ്ലി അത് ഹറിയപ്പായി പോകും, പക്ഷേ വീഡിയോ കോൾ ത്രൂ എനിക്ക് കാണിച്ചു തന്നു. പക്ഷേ എനിക്ക് അതൊന്നും തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി വന്ന് സെലക്ട് ചെയ്യാമെന്ന് കരുതിയത്. ഈ ട്രാപ്പ് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, കാരണം അവർ ഓൾറെഡി എന്നെ വീഡിയോ കോൾ ത്രൂ അന്ന് വിളിച്ചപ്പോൾ എനിക്കൊന്ന് സെയിം പേഴ്സൺ തന്നെ ആയിരുന്നു തോന്നുന്നു. അവർക്ക് എന്നെ അറിയാമായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നെങ്കിലും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എടുക്കാനാണെങ്കിലും കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു. ഈ വീഡിയോ കൂടെ കാണുന്നതിനെക്കാട്ടി അടിപൊളിയായിരുന്നു സാരി നേരിട്ട് കാണാനായിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറമായിരുന്നു സ്റ്റിച്ച് ചെയ്ത് ഫുള്ളി സെറ്റായിട്ട് കിട്ടിയിട്ടില്ല. ആൻഡ് ജിതിൻ്റെ ഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ല പോയത്, പക്ഷേ കളക്ഷൻസ് ഒക്കെ ഇപ്പോൾ അവിടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ റിസപ്ഷനിൽ ജിതിൻ്റെ ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ എടുത്തു. കാരണം ഞാൻ എടുത്തൊരു പർപ്പിളും അതിൻ്റെ കോൺട്രാസ്റ്റ് കളറാണ് നമ്മൾ നോക്കിയത്. അപ്പം അതിനവിടെ കളക്ഷൻസ് ഉണ്ടോ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തു. കാരണം അവിടെ നിന്ന് തന്നെ അവർ ഓർഡർ ചെയ്ത് തരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡിലേ ഇല്ലായിരുന്നു. കാരണം അറിയാമല്ലോ, ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഹറിയപ്പായിട്ട് ഓടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ അത് ഓർഡർ ചെയ്ത് കിട്ടി. പക്ഷേ നമുക്ക് 2 days കഴിഞ്ഞിട്ടാണ് ഓർഡർ ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ പർച്ചേസിനായിട്ട് വന്ന എല്ലാം ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റി. സോ ദാറ്റ്സ് ഓൾ. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വ്ലോഗ്. സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.